ഇപ്പോൾ ഞാന് തിരുവല്ല പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, പത്തനംതിട്ട ജില്ലയിൽ. ഓക്കെ, മഴയില്ലാതെ ഇവിടെയും ഞാനിപ്പോ പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കടപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് 12 വർഷമായിട്ട് ജനവാസ മേഖലയിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട സാധാരണപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് 12 വർഷമായിട്ട് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ടാർ മിക്സിംഗ് പ്ലാന്റ്. നമ്മൾക്കറിയാം, ടാർ മിക്സിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പം അതിന്റെ സ്മെല്ല് നമ്മൾ സാധാരണ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ ടാറിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് അനുഭവിക്കുന്ന ആ ഒരു പുകയുടെ ബുദ്ധിമുട്ട് 12 വർഷമായിട്ട് പാവപ്പെട്ട ഒരു കൂട്ടം ജനങ്ങൾ, ഒരു നാട് മുഴുവൻ അനുഭവിക്കുകയാണെന്നുള്ളത് ഇന്ന് കടപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നാടിന് ശാപമായിട്ട് ഒരു പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ആ നാട്ടിലുള്ള സാധാരണപ്പെട്ട പാവപ്പെട്ട ആളുകൾ ആ പ്ലാന്റിനെതിരെ നിരന്തരമായിട്ട് സമരം പ്രഖ്യാപിച്ചിട്ട് രാപ്പകൽ സമരവും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവര് രാവിലെ 10 മണിയോടുകൂടി ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയം മറന്നുകൊണ്ട് അവര് കോയിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നെ ക്ഷണിച്ച് ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോയിരുന്നു. ആ ധർണയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇവിടെ ഇതിന് പെർമിഷൻ കൊടുത്തത് ഇവിടെ നമ്മുടെ പഞ്ചായത്താണ്. പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിന് അനുവാദം കൊടുത്തിട്ടുള്ളത്. ഇവർക്ക് ഈ ജനങ്ങളുടെ ആ പ്രതിഷേധത്തിന് മുന്നിൽ ഇവർക്ക് തീർച്ചയായിട്ടും അതിനൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാവുന്നതാണ്. ഈ ജനവാസ മേഖലയിൽ ഇത് പ്രവർത്തിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കുക. നമ്മൾക്കറിയാം, ആ പ്രദേശത്ത് നിരവധി ആളുകൾ, ഇവര് 12 വർഷമായിട്ട് നിയമ പോരാട്ടത്തിലാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കോളനി അവിടെ ഉണ്ട്. ഇന്ന് കോളനി എന്ന് പറയാൻ പാടില്ലെന്നൊരു നിയമം വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ അത് ആവർത്തിച്ച് പറയാം, അല്ലാതെ പുതിയ പേരുകളൊന്നും ഇതുവരെ അത് സ്ഥിരമാകാത്ത സമയത്ത് ആ കോളനിയിൽ പോലും നൂറുകണക്കിന് ആൾക്കാർ, പാവപ്പെട്ട ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുമ്പോൾ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലും ഈ സ്ഥലത്ത് വന്ന് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കമ്മീഷൻ പോലും റിപ്പോർട്ട് കൊടുത്തു. ഇവിടുത്തെ ആരോഗ്യ വകുപ്പൊക്കെയും പല പ്രാവശ്യം ഈ സ്ഥലത്ത്, കടപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ജനങ്ങളെ നേരിട്ട് കണ്ട് ഇവിടെ നിരവധി ക്യാൻസർ രോഗികൾ, ശ്വാസം മുട്ടലിന്റെ പ്രയാസം അനുഭവിക്കുന്നവര്, ത്വക്ക് രോഗികൾ, നിരവധി ആളുകൾ, ആയിരക്കണക്കിന് പാവപ്പെട്ട കൂലിപ്പണിക്കാർ, അവര് ജോലിക്ക് പോലും പോകാതെ അവർക്ക് ശ്വാസം മുട്ടലും അസുഖവുമായിട്ട് അവർക്ക് ആശുപത്രികളിൽ കയറി ഇറങ്ങി നടക്കുവാനല്ലാതെ അവർക്ക് സമയമില്ല. അതേപോലെ അവർ ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നു, അതിജീവനത്തിന് വേണ്ടിയുള്ള സമരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിജീവന സമരം നടക്കുന്നത് ഇതേപോലെയുള്ള ടാർ മിക്സിംഗ് പ്ലാന്റുകളിലാണ്. അതിനെതിരെയാണ് ജനങ്ങളുടെ പോരാട്ടം. ജനവാസ മേഖലകളിൽ എത്രയോ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഇതിന്റെ പുക ശ്വസിച്ച് 12 വർഷമായിട്ട് ഈ കടപ്പുറ എന്ന് പറയുന്ന സ്ഥലത്തെ പാവപ്പെട്ട ആളുകൾ അതിനെ അതിജീവിക്കുക. വരും തലമുറയ്ക്ക് എത്രയോ ആളുകൾ രോഗികളായിട്ട്, ത്വക്ക് രോഗികളും ക്യാൻസർ രോഗികളുമായിട്ട് അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരല്പം ജീവശ്വാസം എടുക്കുവാൻ സാധിക്കാതെ ഇത്രയും വിഷം വമിക്കുന്ന ഒരു പ്ലാന്റ് അടച്ചു പൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 12 വർഷമായിട്ട് സമരം ചെയ്യുമ്പോൾ എവിടെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ? എവിടെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ? എവിടെയാണ് രാഷ്ട്രീയക്കാർ? ആരുടെ ഭാഗത്താണ്? ജനങ്ങളുടെ കൂടെയാണോ? ഇവിടുത്തെ ഈ പ്ലാന്റിന്റെ മുതലാളിയുടെ കൂടെയാണോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. 12 വർഷമായി, 1-2 അല്ല. അപ്പൊ ഇന്ന് അവർ അതിജീവനത്തിന് വേണ്ടി 12 വർഷമായി പോരാടുകയാണ്. ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഇന്ന് അവസാനത്തോടുകൂടി ഈ പാവപ്പെട്ട ആളുകൾ അവര് ഈ ധർണയുമായി ഈ കോയിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്ക് അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ആജീവനാന്തം ഈ പ്ലാന്റ് അടച്ചു പൂട്ടുന്നതിന് വേണ്ടി അയാൾക്ക് ഉത്തരവിടാവുന്നതാണ്. ഇല്ലാത്തിടത്തോളം അയാളുടെ കൈകൾ ശുദ്ധമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കുവാൻ വന്നത്. മറ്റൊരു വിഷയം, ഇന്നലെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാല്,
വലിച്ചെറിയുമ്പോൾ ആലോചിക്കണം. എന്താണ് മാലിന്യം? വലിച്ചെറിയുമ്പോൾ നീ ആലോചിക്കണമെന്ന് പറഞ്ഞിട്ട് താഴെ എഴുതിയിട്ടുണ്ട് 25,000 രൂപ ഫൈനോ, പൊതുസ്ഥലത്ത് മാലിന്യം എറിയുന്നവരെ കാത്തിരിക്കുന്നത് 25,000 രൂപ ഫൈൻ, അല്ലെങ്കിൽ 3 വർഷം വരെ ജയില്. അതിനടിയിൽ ഞാൻ കുറെ വീഡിയോയും ഫോട്ടോയും ഇട്ടിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കളക്ടർ ഇട്ട ആ പോസ്റ്റിന്റെ മുന്നിൽ. വെറുതെ ഷോ കാണിക്കാനല്ലാതെ നടപടിയെടുത്ത് കാണിക്കണം. ഇത് ആളുകൾക്കെതിരെ അല്ല ഈ നിയമം ആദ്യം നടപ്പാക്കേണ്ടത് ഇരിക്കും. അപ്പോ ഇവരാണ് നിയമം നടപ്പാക്കേണ്ടവർ തന്നെയാണ് ഈ പാവപ്പെട്ട ജനവാസ മേഖലകളിൽ ഇങ്ങനെയുള്ള വിഷപ്പുകകൾ കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കുവാൻ മാർഗമില്ലാതെ അവർക്കൊരു അല്പം ശ്വാസം എടുക്കുവാൻ, വയസ്സ് പ്രായമായ ആളുകളൊക്കെ അവർക്ക് രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്താണ് ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ഒരു ഭാഗത്തു നിന്ന് പഞ്ചായത്ത് കത്തിക്കുന്നു, പഞ്ചായത്തിന്റെ അനുവാദത്തോടുകൂടി ടാർ മിക്സിംഗ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ജനവാസ മേഖലകളിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ടാർ മിക്സിംഗ് പ്ലാന്റ് രാപകലാണ് അവിടെ നിന്ന് ഈ സാധനം പോകുന്നത്. ആ പ്രദേശം മുഴുവൻ വിഷപ്പുകയാണ്. സ്മെല്ല് കൊണ്ട് ആ ദേശത്തടുക്കുവാൻ മനുഷ്യന് അതുവഴി സഞ്ചരിക്കുവാൻ പറ്റില്ല. ആ സമയത്താണ് 24 മണിക്കൂറും രോഗികളായിട്ടുള്ള പല ആളുകളും വിഷമത്തില്, ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ശ്വാസം മുട്ടലും അതേപോലെ ക്യാൻസറുമായിട്ട് ഈ കടപ്പുറയുടെ ദേശത്ത് അനേകം ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഈ പഞ്ചായത്തൊക്കെ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്? ഇവനൊക്കെ പോക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നിയമമൊന്നുമില്ല. പാവപ്പെട്ട ആരെങ്കിലും ഒരു ലൈസൻസ് എടുക്കാൻ പഞ്ചായത്തിൽ ചെന്നാൽ 100 നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെയും തിരിച്ചയക്കും. അവർക്ക് കിട്ടേണ്ടിടത്തു നിന്ന് കിട്ടിയാൽ, പോക്കറ്റ് നിറഞ്ഞാൽ എന്ത് നിയമവും വയലേഷൻ ചെയ്ത് അവർ പെർമിഷൻ കൊടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ കടപ്പുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ടാർ മിക്സിംഗ് പ്ലാന്റിന് അനുവാദം കൊടുത്തവൻ, അയാൾ ഇവിടെ ഈ പ്രദേശത്ത് വന്ന് 1 മണിക്കൂർ അയാൾ അവിടെ താമസിക്കുമോ? അയാൾക്ക് പറ്റുമോ? അയാളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കൊണ്ട് ഈ പെർമിഷൻ കൊടുത്തവൻ ഈ പ്ലാന്റിന്റെ അടുത്ത് വന്ന് 1 മണിക്കൂർ കസേരയിൽ ഒന്ന് ഇരിക്കാമെങ്കിൽ ജോസഫ് താന്നിക്കൽ എടുക്കള ഈ ഒരു സൈഡ് മീശ എടുത്തിട്ട് വടശ്ശേരിക്കര, റാന്നി, പത്തനംതിട്ട ടൗണിൽ കൂടെ നടന്നു കാണിക്കാം. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരു മനുഷ്യന് പോലും അവിടെ ജീവിക്കുവാൻ 5 മിനിറ്റ് നിൽക്കുവാൻ സാധിക്കില്ല. അതേപോലെയുള്ള സ്മെല്ലാണ് അവിടെ. ടാറി മിക്സ് ചെയ്തതിന്റെ സ്മെല്ലും പുകയും. അന്തരീക്ഷം മൂടിക്കിടക്കുന്നു. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് ഈ ദേശത്ത് അനുഭവിച്ചിട്ടുള്ള അവരാണ്. അന്തരീക്ഷം ചൂടാണ്. ചൂട് കാലത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ കൊടും ചൂടാണ്. നമുക്കറിയാം, വിറ്റമിൻ ചൂടായി പഴുത്തു കഴിയുമ്പോൾ അന്തരീക്ഷം പോലും കൊടും ചൂടില് അവിടെയുള്ള ദേശത്തുള്ള ജനങ്ങൾ ഇത് അനുഭവിക്കുമ്പോൾ എവിടെയാണ് ഭരണകർത്താക്കൾ? എവിടെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ? ഇതിനെതിരെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് രാവിലെ ലൈവിൽ വന്നത്. അപ്പൊ ഇവര് ഇവിടെ ഇന്ന് ഒരു ധർണ വെച്ചിട്ടുണ്ട്, ഇന്ന് കോയിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലൈവ് വാച്ച് ചെയ്ത എല്ലാ സൗകര്യമാർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും വരാം. താങ്ക് യു.